ബഹുമാനപ്പെട്ട MP ശിവദാസൻ, ഇവിടെ എത്തിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വളരെയേറെ വിശിഷ്ടപ്പെട്ട പല മേഖലയിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർക്കും നമസ്കാരം. അതുപോലെ തന്നെ സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ധന്യമായിട്ടുള്ളൊരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഏറെക്കാലമായിട്ട് പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ വായനശാല പ്രസ്ഥാനത്തിന് കൂടുതൽ ജനകീയമായ ഒരു മുഖം നൽകുന്നതിന് വേണ്ടി വലിയ മട്ടിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് തൃശ്ശൂരിൽ ഇരുന്നുകൊണ്ട് ഞാനും ശക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെയൊക്കെ തന്നെ രൂപപ്പെടുത്തിയ ഈ മലബാറിൻ്റെ ആദ്യകാല വായനശാല പ്രസ്ഥാനം നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളതാണല്ലോ, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നുള്ള ഒരു സംഗതി വ്യാപകമായി സാമാന്യ ജനങ്ങളിലേക്കൊക്കെ തന്നെ കടന്നു വന്നത്. അന്നത്തെ KPCC മുതലിപ്പാട് ജനറൽ സെക്രട്ടറിയും മഹാനായിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് പ്രസിഡന്റുമായിട്ട് രൂപീകരിക്കപ്പെട്ട KPCC കോൺഗ്രസ് കമ്മിറ്റി നാട്ടിലെല്ലായിടത്തുമുള്ള കോൺഗ്രസ് പ്രാദേശിക കമ്മിറ്റികളോട് ഓരോ ഗ്രാമങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്കൊപ്പം തന്നെ വായനശാലകളും ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. മലബാർ, പ്രത്യേകിച്ചും കണ്ണൂരിലെയും കാസർഗോഡിലെയും ഒക്കെ തന്നെ മേഖല, കോഴിക്കോട്ടെയൊക്കെ തന്നെ ഈ മേഖല അതിശക്തമായിട്ടാണ് ആ ഒരു പ്രവർത്തനത്തിന് തയ്യാറായത്. അതിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട നൂറുകണക്കിന് വായനശാലകൾ അത് വളരെ പ്രാഥമികമായ തലത്തിലാണ് ആരംഭിച്ചതെങ്കിൽ പോലും പിന്നീട് ഇന്ന് പലതും വലിയ തരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണർന്നു വന്ന വായനയുടെയും അറിവിൻ്റെയും അന്വേഷണങ്ങളുടെയും പിൻബലത്തോടു കൂടിയ ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MP ശിവദാസൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കരുത്തും ഊർജവും അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാതിരിക്കാൻ വയ്യ. അതാണ് വായനശാലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേകിച്ചും നമ്മുടെ കലാശാലകളിലെ യുവതലമുറയെ വായനയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ നിന്ന് രൂപപ്പെട്ട പരിപാടികളുടെ ഒരു ഘട്ടത്തിലാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. മികച്ച നാഷണൽ സർവീസ് സ്കീമിൻ്റെ യൂണിറ്റുകൾക്ക് പുരസ്കാരം നൽകുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകളുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇത് വായനാ ദിനാഘോഷങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ്. കൊല്ലത്തിൻ്റെ ഒരു സവിശേഷത മലയാളത്തിലേക്ക് ഒരു അതിവിശിഷ്ടമായ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പോരാ, ഒരുപക്ഷെ മലയാള ഭാഷയെയും സാഹിത്യത്തെയും മാത്രമല്ല അതിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെയും ഒക്കെ തന്നെ നിർണയിച്ചു എന്ന് പറയാവുന്ന ഒരു കൃതി, ഫ്രഞ്ചിൽ എഴുതപ്പെട്ട് പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ 100-ാം വർഷമാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതി മഹാനായ കവി വളരെയേറെ കവിതകളൊക്കെ തന്നെ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള നാലേപ്പാട്ട് നാരായണനാണ്. വളരെ വലിയൊരു ആ കാലഘട്ടത്തിൻ്റെ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അത് വിവർത്തനം ചെയ്യുകയും മലയാളത്തിലേക്ക് കേവലം ഒരു സാഹിത്യകഥയുടെ വിവർത്തനം മാത്രമായിട്ടുള്ള ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഞാനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കൂടി ഞാനൊക്കെ അത് വിവർത്തനം ചെയ്തിട്ട് വളരെയേറെ വർഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്ന് ലോകം കണ്ടു തുടങ്ങിയ ആളാണ്. പക്ഷേ എങ്കിൽ പോലും പിന്നീട് അത് വായിക്കാൻ കഴിഞ്ഞതാണ്. ഇവിടെ നിൽക്കുമ്പോൾ
ഇവിടെ നിൽക്കാൻ ഉള്ളൊരു കരുത്ത് എനിക്ക് നൽകിയതെന്നുള്ള കാര്യം സംശയമില്ല. കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് വായിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞ് ഞാൻ അതിനെപ്പറ്റി പലപ്പോഴും എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചതിൻ്റെ അനുഭവമാണ് എനിക്ക് പറയാൻ കഴിയുക. അതുപോലെ അത് വായിച്ചതിൻ്റെ അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. EMS ഒരുപാട് അത് വായിച്ചിട്ട്, അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ തന്നെ അത് വായിച്ചിട്ട് അതാണ് അവരെ മനുഷ്യനെ, അയൽക്കാരനെ, സഹജീവിയെ സ്നേഹിക്കുക, അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കുക, അയാൾക്കുണ്ടാവുന്ന, അതായത് അയൽക്കാരന് അപരനുണ്ടാവുന്ന സന്തോഷത്തിലും സ്നേഹത്തിലുമൊക്കെയാണ് നമ്മുടെ സ്വന്തം സ്നേഹവും സ്വന്തം ആശ്വാസം കണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് അവരെയൊക്കെ നയിച്ചിട്ടുള്ളത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെയും അതിലിരുന്ന പല ആളുകളെയും പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കൃതികൾ, സാഹിത്യകൃതികൾ വായിച്ചവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നേരത്തെ ശിവദാസിനോട് സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധി ആളുകൾ, ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾ, ഇതുപോലെയുള്ള ഗ്രാമീണ വായനശാലകളിലും, അന്ന് വായനശാല പ്രസ്ഥാനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അത് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലുള്ള 100% സാക്ഷരത കൈവരിച്ച ഒരു കേരളമല്ല. സാധാരണക്കാരായ മനുഷ്യർക്ക് വായിക്കാൻ അന്ന് നിർവാഹം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്ന് പറയുന്ന അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. അക്ഷരാഭ്യാസം ഉണ്ടാകാതിരുന്നത് വെറുതെയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, അക്ഷരാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ആർജിക്കുന്നതിന് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് ഈ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടിരുന്ന, ഇവിടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഭക്ഷണം നൽകിയിരുന്ന, അതിനുവേണ്ടിയുള്ള കാർഷിക മേഖലയിലും പരമ്പരാഗത മേഖലയിലൊക്കെ പണിയെടുത്തിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി സ്കൂളിലെയും കലാശാലകളുടെയും വാതിലുകളൊന്നും തുറന്നു കൊടുത്തിരുന്നില്ല. അതിനെതിരായിട്ട് നടന്ന ഒരു വലിയ സമരമാണ് പ്രധാനമായും കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയാം. അയ്യങ്കാളിയുടെയൊക്കെ കഥ, പഞ്ചമി എന്ന പറയുന്ന കുട്ടിയെ നിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ സമരം. ഈ കുട്ടിക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് പഠിക്കാൻ നിങ്ങൾ അനുവാദം തരികയില്ലെങ്കിൽ നിങ്ങളുടെ പാടത്തെ ഞങ്ങൾ പണിയെടുക്കുകയില്ല എന്ന് പറഞ്ഞ് 2 കൊല്ലത്തോളം നീണ്ടു നിന്ന കേരളത്തിലെ വലിയ കർഷക തൊഴിലാളി സമരം, ആദ്യത്തെ കേരളത്തിലെ കർഷക തൊഴിലാളി സമരം അല്ലെങ്കിൽ ആദ്യത്തെ തൊഴിലാളി മുന്നേറ്റം ഉണ്ടായത് പഠിക്കാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിനെ കാലത്തും ഓർത്തു വയ്ക്കാവുന്ന അഭിമാനകരമായിട്ടൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വായനശാലകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അന്ന് കേരളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ തന്നെ കുറേശ്ശെയൊക്കെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ സാധാരണ ജനങ്ങൾക്ക്, സ്കൂളുകളിൽ പോകാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ സ്കൂളുകളുടെ പ്രായം കഴിഞ്ഞുപോയവർക്ക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി രാത്രികാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന, കാരണം പകൽ സമയങ്ങളിലൊക്കെ തന്നെ അവർ കഠിനമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ട് ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ നിശാ പാഠശാലകൾ ആ കാലഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും സാംസ്കാരിക പ്രസ്ഥാനവും ഒക്കെ കേരളത്തിൽ അങ്ങോളം നടത്തിയിരുന്നു. കണ്ണൂരിലും അത് ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴയിലൊക്കെ പോകുന്ന കാലഘട്ടങ്ങളിൽ അവിടുത്തെ വായനശാലകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ വായനശാലയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് പലതും ആദ്യത്തെ അവിടുത്തെ നിശാ പാഠശാലകളായിരുന്നു എന്ന് പറയാം. ആലപ്പുഴ നിങ്ങൾക്കറിയാവുന്നതാണ്, കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റ ചരിത്രത്തിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ജനങ്ങൾ വലിയ തരത്തിൽ ഉണർന്നു വന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള അറിവാണ്. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങൾ തിരിച്ചറിയുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സമൂഹം ഉണർന്നു മുന്നേറുക എന്നുള്ളത് പല ചരിത്ര സംഭവങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗവേദി എന്ന് പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള നീണ്ട കാലഘട്ടത്തിൽ നടന്ന, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ നടന്നുള്ളതിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും മഹത്തായ ഒരു ദേശീയ മുന്നേറ്റമാണ്, ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ നടന്നത്. കാരണം ആ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതുവരെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യമെന്നൊക്കെ പറയാൻ പറ്റാത്ത തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയെ ആക്രമിക്കാനും കാരണം ഇന്ത്യയിലുണ്ടായിരുന്ന വിഭജനങ്ങളായിരുന്നു. പല ജാതികളായി, പല മതങ്ങളായി, അന്യോന്യം ശത്രുക്കളായി
മാത്രമല്ല പല പല നാട്ടുരാജ്യങ്ങളായി അന്യോന്യം വിഘടിച്ചും സംഘർഷ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടുമായിരുന്നു. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, സാമ്രാജ്യ ശക്തികൾക്ക്, അത് ബ്രിട്ടീഷുകാർ മാത്രമല്ല, ആദ്യം മറ്റു പലരും വന്നു. അവർക്കൊക്കെ തന്നെ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറാനും ഇവിടെ കീഴ്പ്പെടുത്താനും കഴിഞ്ഞത്, ഇവിടെ അവർക്ക് അത് അനായാസമാക്കിയത് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അന്ന് നിലവിൽ നിന്നിരുന്ന ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യമായിരുന്നു, ഐക്യമില്ലായ്മയായിരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള നാട്ടുരാജ്യങ്ങളെന്ന് മാത്രമല്ല, വ്യത്യസ്തമായ സമൂഹങ്ങൾ, സാംസ്കാരിക സമൂഹങ്ങൾ, എത്രയോ പ്രത്യേകമായ ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ മതങ്ങളിലുള്ളവർ, വ്യത്യസ്ത ജാതികളിലുള്ളവർ, വ്യത്യസ്തമായ ആചാരരീതികൾ പിന്തുടരുന്നവർ, വ്യത്യസ്തമായ ഭാഷാ ഗോത്രങ്ങളിൽപ്പെടുന്നവർ, നരവംശാസ്ത്രം അനുസരിച്ച് തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്, വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിനെ ഐക്യപ്പെടുത്തിയ, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി അതിനെ ഏറ്റവും വലിയൊരു ഐക്യത്തിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരമാണ്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരമാകട്ടെ വളരെ കാലം അത് നീണ്ടു നിന്നു. പക്ഷേ അത് ശരിയായ ഒരു ലക്ഷ്യത്തിലേക്കും ശരിയായ ഒരു മുദ്രാവാക്യത്തിലേക്കും എത്തിച്ചേർന്നത് ഏകദേശം 1900-ന്റെ ആദ്യ ദശകങ്ങൾ, 1930 മുതലുള്ള കാലഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, രണ്ട് സവിശേഷതകളുണ്ട്. അതിനു മുമ്പായിട്ട് മഹാത്മജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വലിയ അനുഭവങ്ങളുമായി ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം സാമാന്യ ജനങ്ങളെ അഭിമുഖീകരിക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയാണ് മാറ്റിയത്. നിങ്ങൾ ഗാന്ധി സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുവരെ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തലക്കെട്ട്, അതുപോലെ തന്നെ ഗുജറാത്തി വേഷം, ഏകദേശം ഒരു അന്നത്തെ വേഷധാരണമനുസരിച്ച് ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ വേണ്ടി വരും ആ കാലഘട്ടത്തിൽ. അവിടുത്തെ മാന്യന്മാർക്ക് വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം തൻ്റെ നഗ്നത മറയ്ക്കാൻ പാടുപെടുന്ന ഒരു യുവതിയെ കണ്ടത് ഒരു പുഴക്കരയിൽ. അപ്പോൾ തൻ്റെ വസ്ത്രത്തിലൊരു ഭാഗം, അതുകൊണ്ടൊന്നും ഗാന്ധിക്ക് ഒരു നഷ്ടമില്ല, അതിലൊരു ഭാഗം അദ്ദേഹം പുഴയിൽ ഒഴുക്കിയിട്ട് ആ സ്ത്രീ അത് പിടിച്ചെടുക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മുടെ ഗാന്ധി സിനിമയിൽ. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ തനിക്ക് കയറിപ്പറ്റണമെങ്കിൽ ഇന്ത്യക്കാരനെ പോലെ ആകണം, ദരിദ്രനാകണം, ദരിദ്രൻ്റെ വേഷത്തിലാകണം. ഗാന്ധി അത് വിചാരിച്ചതും ഗാന്ധി അത് ഉൾക്കൊണ്ടും എന്തെങ്കിലും ഒരു മോഹത്തിന് വേണ്ടിയാണല്ല, ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ലളിത ജീവിതം അല്ലെങ്കിൽ വളരെ താഴ്ന്ന മട്ടിലുള്ള ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു സമരമാർഗമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തു. പല സ്ഥലങ്ങളിലും കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചു. അതുവരെ അതൊന്നുമില്ല. അതുവരെ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്ന സംഗതിയൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിരുന്നില്ല. മറിച്ച് പല ചർച്ചായോഗങ്ങൾ, ബാരിസ്റ്റർമാരും ജമീന്ദാർമാരും രാജ്യം നഷ്ടപ്പെട്ട നാടുവാഴികളും ഒക്കെ കൂടി ഞങ്ങളും ഇവിടെയുണ്ട്, ഞങ്ങളെപ്പോലുള്ള പ്രമാണികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ, നിങ്ങളുടെ വിലയേറിയ ക്ലബ്ബുകളിലും നിങ്ങളുടെ 1ാം ക്ലാസ് തീവണ്ടി മുറികളിലും നിങ്ങളുടെ വലിയ വലിയ പത്രാസുള്ള ജോലികളും ഒക്കെ തന്നെ ഞങ്ങൾക്കും കൂടി തരണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്ന ഒരു ഒത്തുതീർപ്പ് ചർച്ചകളായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ഇവിടെ നടന്നിരുന്നത്. സാമാന്യ ജനങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളികളുടെയും പ്രത്യേകിച്ച് കൃഷിക്കാരുടെയും ഒന്നും പ്രശ്നങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ലോകം അറിയപ്പെടുന്ന സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അവർക്ക് പോലും അക്കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം അന്നത്തെ സ്ഥിതി അതാണ്. പക്ഷേ ലോകം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിൽ സാമാന്യ ജനങ്ങൾ, തൊഴിലാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ഭരണകൂടത്തെയും പിടിച്ചു നിർത്താനും അടക്കി നിർത്താനും മാറ്റി തീർക്കാനും കഴിയുമെന്ന് ലോകത്തിൽ പല രാജ്യങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. സോവിയറ്റ് റഷ്യയിൽ തൊഴിലാളികൾ അവിടുത്തെ വലിയ വിപ്ലവം നടത്തി ലോകത്തിന് മുഴുവൻ മാതൃകയാക്കി കൊടുത്തു. അന്നത്തെ ലക്നൗ സമ്മേളനത്തിൽ, പുരോഗമന സാഹിത്യ സമ്മേളനം ആദ്യമായി ഉദ്ഘാടനം ചെയ്ത് ആ സമ്മേളനത്തിലാണ്. ആ ലക്നൗ സമ്മേളനം, കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ വിപ്ലവകാരികൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം ലോകത്ത് ഒരിടത്ത് നടന്നിരിക്കുന്നു. സോവിയറ്റ് റഷ്യയിൽ അവിടുത്തെ തൊഴിലാളികൾ, സാധാരണക്കാർ
അവിടുത്തെ അതിശക്തമായ സാർ ഭരണകൂടത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നു, അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ജവഹർലാൽ നെഹ്റു ആ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ സാധാരണ ജനങ്ങളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഒക്കെ തന്നെ വായിച്ചും പഠിച്ചും തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടെ ഒരു സ്വതന്ത്രമായ ഭരണകൂടം ഉണ്ടാവണം, സാമ്രാജ്യങ്ങളിൽ നിന്ന് പോകണം എന്ന് തിരിച്ചറിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശാബോധം കണ്ടെത്തുന്നത്, അതിൻ്റെ ഒരു മുദ്രാവാക്യം ഉണ്ടാകുന്നത്, എന്താണ് ലക്ഷ്യമെന്ന് തീരുമാനിക്കുന്നത്, അജണ്ട ഉണ്ടാകുന്നത്. അതുപോലെ ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ഭൂപ്രഭുക്കളും ഒന്നും ഉണ്ടായിട്ട് നടക്കാത്ത കാര്യം ജനങ്ങൾ കടന്നു വന്നതിലൂടെ നടന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അറിവും കരുത്തും എത്രമാത്രം പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അതുപോലുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ വീണ്ടും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭദശകങ്ങൾ എന്ന് പറയുന്നത് വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാഹളധ്വനികളാണ് ലോകമെന്നും മുഴങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലും സാർവത്രികമായി ഏതാണ്ട് അടിമത്തത്തിലേക്കും അസ്വാതന്ത്ര്യത്തിലേക്കും ചൂഷണത്തിലേക്കും പീഡനത്തിലേക്കും അടിച്ചമർത്തലിലേക്കും മർദ്ദനത്തിലേക്കും ഒക്കെ തന്നെ മനുഷ്യ സമൂഹം തിരിച്ചു പോകുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ട്രംപ് എന്താണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുരണങ്ങൾ അമേരിക്കയിൽ വളരെ നേരത്തെ തന്നെ സാംസ്കാരികമായി ഉയർന്നു വന്നിരുന്നു. അവിടെ ജോർജ് ലൂയിസ് എന്ന് പറയുന്ന ഒരു യുവാവായിട്ടുള്ള നീഗ്രോയെ അവിടുത്തെ തെരുവിൽ വെച്ച് ഒരു വെള്ളക്കാരനായ പോലീസ് ഓഫീസർ ചവിട്ടി അരച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അസ്വസ്ഥത അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് അവിടെ വർണ്ണവിവേചനം എന്ന് പറയുന്ന അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യം എബ്രഹാം ലിങ്കൻ്റെയും മറ്റും നേതൃത്വത്തിൽ അവസാനിപ്പിച്ചിട്ട് എത്രയോ കാലങ്ങളായി. പക്ഷേ അത് വീണ്ടും തിരിച്ചു വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെയൊക്കെ ഭരണമാറ്റം. യൂറോപ്പിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും അവിടെയൊക്കെ തന്നെ നാസി, ഫാസിസ്റ്റ്, ഹിറ്റ്ലർ, മുസോളനി, അതിനെക്കുറിച്ചൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ സംസാരിക്കാൻ തന്നെ ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് ഓർക്കാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. തങ്ങളുടെയൊക്കെ തന്നെ രാജ്യത്തിന്, തങ്ങളുടെയൊക്കെ തന്നെ സംസ്കാരത്തിന് അപമാനകരമായിട്ടുള്ള സംഗതികളാണ് എന്ന് ആണ് അവരൊക്കെ തന്നെ ഹിറ്റ്ലറെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ നാസിസത്തെക്കുറിച്ചും മുസോളനിയുടെ ഫാസിസത്തെക്കുറിച്ചും ഒക്കെ തന്നെ അവിടെ ചർച്ച ചെയ്തു. ഇന്നും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഫാസിസത്തിനും നാസിസത്തിനും അതുപോലുള്ള ഭീകരതകൾക്കുമൊക്കെ എതിരായിട്ട് അവിടെ സാംസ്കാരികമായ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അത്തരം പ്രവണതകൾ പതുക്കെ പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലകളിലും ചില പോക്കറ്റുകളിലൊക്കെ ഒതുങ്ങി നിന്നിരുന്ന നവഫാസിസം, നവനാസികൾ എന്ന് പറയുന്നത് ഭാഗം അവരൊരു പ്രത്യേക വേഷത്തിലാണ് ധരിക്കുക. അവരുടെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറുടെ പഴയ മുദ്രാവാക്യം തന്നെ, അതത് രാജ്യങ്ങളിലുള്ള പരമ്പരാഗതമായ ആളുകൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ മേധാവിത്വം വഹിക്കുന്ന വംശീയ വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കണം ആ രാജ്യം, ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോകണം, അല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരായി മാറും. അപ്പോൾ അവരെ പേടിച്ച് പലപ്പോഴും നമ്മുടെ ഇന്ത്യക്കാരായ കുട്ടികളൊന്നും ആ മേഖലയിലേക്ക് പോകാറില്ല, ചിലപ്പോൾ ആക്രമിക്കപ്പെടും എന്നുള്ളൊരു ഭീഷണി. പക്ഷെ ഗവൺമെൻറ്റുകളൊക്കെ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ ഭാഗമായിരുന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ നാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോട് കുറേയൊക്കെ ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്ന നാസി വിഭാഗങ്ങളോട്, യുവനാസികളോട് ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ചില ആളുകൾ ഉയർന്നു വന്നിരിക്കുന്നു. അവർക്ക് കുറച്ചൊക്കെ ഭേദപ്പെട്ട നിലയിൽ സമ്മതി ലഭിച്ചിരിക്കുന്നു, വോട്ട് കിട്ടിയിരിക്കുന്നു. അത് ഫ്രാൻസിലായാലും ജർമ്മനിയിലായാലും ഒക്കെ തന്നെ പുതിയ കാലഘട്ടത്തിൽ തോന്നുകയാണ്. പല രാജ്യങ്ങളിലും ജനാധിപത്യം ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും വർഗീയ ആക്രമണം നടന്ന്, വർഗീയ കലാപം നടന്ന് അതിൻ്റെ ഭാഗമായി മതരാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയിരിക്കുന്നു പല രാജ്യങ്ങളും. നമ്മുടെ രാജ്യവും അതിൽ വ്യത്യസ്തമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രക്രിയയാണെന്ന് നിങ്ങൾ കുട്ടികൾ വിചാരിക്കരുത്. അത്
ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളെ ഒന്നും ആവുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നമ്മുടെ വീടുകളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മനുഷ്യത്വത്തെയും ഒക്കെ തന്നെ അത് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു സാംസ്കാരികമായ ഒരു ചെറുത്തുനിൽപ്പ്, എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും അത് അവസാനിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ആയുധങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളതെന്ന് നമ്മൾ പരിശോധിക്കുക. ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. വെറുതെ ഇരിക്കുമ്പോൾ നമുക്കതൊന്നും തോന്നില്ല. ഒരു പ്രത്യേക പ്രതിസന്ധി വന്നു, അതിനെ അഭിമുഖീകരിക്കണമെന്ന് തോന്നുമ്പോഴാണ് എന്താണ് നമ്മുടെ ആയുധം? പുസ്തകമാണോ, അറിവാണോ, അല്ലെങ്കിൽ ചരിത്രമാണോ, അല്ലെങ്കിൽ സാഹിത്യമാണോ, അല്ലെങ്കിൽ നോവലാണോ, കലയാണോ, പാട്ടാണോ? എന്താണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. സച്ചിദാനന്ദമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട്. അതായത് കവിതയുടെ ഒരു ഭാഗം, നായാട്ടുകാരുടെ കൊലവിളി കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ കൊമ്പുകളെ കുറിച്ച് ഓർമ്മ വരിക. മൃഗങ്ങളുടെ ആലോചനയാണ്. നായാട്ടുകാരുടെ കൊലവിളി കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൊമ്പുകളെ കുറിച്ച് ഓർമ്മ വരിക. അപ്പോൾ പുസ്തകവും അറിവും വായനയും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചില ആയുധങ്ങളാണ്. നമുക്ക് ഉപയോഗിക്കാനുള്ള ആശയപരമായ നമ്മുടെ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ കുറെ ബുദ്ധിജീവികളിലും പണ്ഡിതന്മാരിലും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സാധാരണക്കാരിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളിൽ പലപ്പോഴും അത് ഉണ്ടാവണം. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അത് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. അത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരുന്നു കേരളത്തിന്റെ അടിസ്ഥാന സമൂഹമടക്കമെന്ന് നേരത്തെ ശിവദാസനോട് ചൂണ്ടിക്കാണിച്ചല്ലോ. ആ ഒരു നമ്മുടെ വെങ്കടേഷ് രാമകൃഷ്ണനോട് ചോദിച്ച ആ തൊഴിലാളിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള നിരവധി തൊഴിലാളികളുടെ ഒരു പ്രദേശമായി കേരളം മാറി. ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, കുമ്പളത്ത് ശങ്കുപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരക്കാരനാണ്. അദ്ദേഹം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണില്ല. കാരണം അദ്ദേഹം പിന്നീട് മന്ത്രിയൊന്നും ആയില്ല, മുഖ്യമന്ത്രിയൊന്നും ആയില്ല. പക്ഷെ പല മുഖ്യമന്ത്രിമാരെയും ഒക്കെ നിർണ്ണയിക്കുന്ന കാര്യത്തിലും തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രം നിർണ്ണയിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച കോൺഗ്രസ് നേതാവാണ് കുമ്പളത്ത് ശങ്കുപിള്ള. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു രംഗം വിവരിച്ചിട്ടുണ്ട്. അത് സർ സി പിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും സർ സി പിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് നിർഭാഗ്യവശാൽ അന്ന് ഗാന്ധിജി സ്വീകരിച്ചു. കാരണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സാണ്. ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഇവിടെയൊക്കെ കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പ്രജാമണ്ഡലമാണ് കൊച്ചിയിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമുണ്ട്. നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തിക്കേണ്ട എന്നും ഗാന്ധിയുടെ ഒരു ആഗ്രഹമാണ്. അതനുസരിച്ച് അവിടെയൊക്കെ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് പ്രവർത്തിച്ചിരുന്നത്. പെട്ടെന്നാണ് സി കേശവൻ, ടി എം വർഗീസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ കുമ്പളത്ത് ശങ്കുപിള്ള. അപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭമായി വന്നപ്പോൾ സി പി ഒരു അടവെടുത്തു. സർ സി പി അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ഒരു കത്തെഴുതി. ഇവിടെ രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ വിപ്ലവകാരികൾ, അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസ്സുകാർ അനുവദിക്കുന്നില്ല. അവരെനിക്കെതിരായിട്ട് അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പിൻവലിക്കണം എന്നൊരു അഭ്യർത്ഥന ഗാന്ധിക്ക് നേരെ നടത്തി. നിർഭാഗ്യവശാൽ ഗാന്ധി അത് അംഗീകരിച്ചു. എന്നിട്ട് സ്റ്റേറ്റ് കോൺഗ്രസിനോട് പറഞ്ഞു, സർ സി പിക്കെതിരായിട്ടുള്ള ആ പ്രമേയം പിൻവലിക്കണം. അത് പിൻവലിക്കണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്പളത്തെ ശങ്കുപിള്ള, അദ്ദേഹം കൊല്ലത്താണ് താമസിക്കുന്നത്, കൊല്ലത്ത് വണ്ടി ഇറങ്ങുകയാണ്. അർദ്ധരാത്രി സമയം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഇറങ്ങുകയാണ്. അപ്പോൾ റിക്ഷക്കാരൻ നാരായണൻ കാത്തിരിക്കും. അദ്ദേഹം റിക്ഷക്കാരൻ നാരായണൻ കുമ്പളത്തെ ശങ്കുപിള്ളയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. അതിനിടയിൽ റിക്ഷയൊന്നുമില്ല. ആ സമയത്ത് അന്നത്തെ റിക്ഷ തൊഴിലാളിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കുട്ടികൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അന്നത്തെ റിക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ വലിക്കുന്ന റിക്ഷയാണ്. അങ്ങനത്തെ ഒരു റിക്ഷാ തൊഴിലാളിയാണല്ലോ വേലായുധം വന്നിട്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്താ ഈ തീരുമാനം? കാരണം ഇന്നത്തെ മാതിരി ഒരു തീരുമാനം അവിടെ തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്കോളർ ചെയ്ത് കാണാനുള്ള സംവിധാനം ടി വിയും മൊബൈലും ഒന്നും അന്നില്ലല്ലോ. അതുകൊണ്ട് അതറിയാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തു നിൽക്കുകയാണ്. ഗാന്ധിയുടെ നിർദ്ദേശം
അംഗീകരിച്ച് സർസിപ്പിക്കുള്ള പ്രമേയം പിൻവലിക്കാൻ തീരുമാനിച്ചോ ഇല്ലയോ ഇത് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ അന്ന് തീരുമാനമെടുത്തത് പിൻവലിക്കേണ്ട എന്നാണ്. ഗാന്ധിയുടെ നിർദ്ദേശം അംഗീകരിക്കേണ്ട എന്നാണ് അന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അത് മാറ്റി, അത് വേറെ കാര്യം. അത് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് തകരാനിടയാക്കി, അതൊക്കെ വേറെ കാര്യം, ചരിത്രമാണ്. പക്ഷെ അന്ന് പിൻവലിക്കേണ്ട എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് കുമ്പളത്തിൽ ചെന്നതായി ഋഷക്കാരൻ നാരായണനോട് പറഞ്ഞു, പിൻവലിക്കേണ്ട എന്നാണ് തീരുമാനം. അപ്പോൾ നാരായണൻ പറയുന്നുണ്ട്, ഓ ഇനി വീട്ടിൽ ചെന്ന് കിടന്നൊന്നും ഉറങ്ങാൻ പറ്റും. അദ്ദേഹം അതുവരെ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, അതിൻ്റെ സമൂഹത്തെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു റിക്ഷക്കാരനായിട്ടുള്ള ഒരു തൊഴിലാളി ഉറങ്ങാതിരുന്ന ഒരു കേരളം നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഈ ഒരു അറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസ പരിപാടിയിലൂടെ നടത്താൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിദ്യാഭ്യാസത്തിന് പരിമിതിയുണ്ട്. അതാണിപ്പോൾ NSS പോലുള്ള നിരവധിയായിട്ടുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതി അറിഞ്ഞിട്ട് തന്നെയാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സിലബസ്, അതിൽ നിശ്ചിതമായ സമയം, ക്ലാസ് സമയം, ലെക്ചർ, പരീക്ഷ, ഇതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ വളരെ ശരിയായ കാര്യമാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ആധുനിക ജീവിത കാലഘട്ടത്തിൽ ഒരു കുട്ടി 15 വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു കുട്ടിയോ, അല്ലെങ്കിൽ 20 വയസ്സ് പൂർത്തിയാക്കുന്ന കുട്ടിയോ, അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ബിരുദമോ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അവൻ അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ, ഈ ലോകത്തെക്കുറിച്ച്, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ അവൻ അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ എല്ലാം കൂടിയൊന്നും ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. യാതൊരു വിഷയമില്ല. ടെക്സ്റ്റ് ബുക്കിലൊന്നും ആ വിവരങ്ങളൊന്നും ഉൾപ്പെടുത്താനില്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ട, 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ പ്രായത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ആ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാഠപുസ്തകം ഏതാണ്ട് ഒരു ലോറിയിൽ കൊണ്ടുവന്നാൽ പോലും സ്കൂളിൽ എത്തിക്കാൻ കഴിയില്ല. അത്രയധികം കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തേണ്ടി വരും. സയൻസ് ആയാലും ടെക്നോളജി ആയാലും. മാത്രമല്ല ഇപ്പോഴത്തെ സംഗതി എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരു ഭാഷ പറയാറില്ലേ, എഴുതുന്നതിന് മഷി ഉണങ്ങുന്നതിന് മുമ്പേ എന്നൊരു വാചകം പറയാറില്ലേ. അതിനു മുമ്പ് കാര്യം മാറുകയാണ്. പണ്ട് കാലത്ത് തന്നെ ഒരു 10-100 കൊല്ലങ്ങൾക്ക് ഇടയ്ക്കുണ്ടാവേണ്ട മാറ്റം ഇപ്പോൾ 5 കൊല്ലങ്ങൾക്ക് ഇടയ്ക്കുണ്ടാകുന്നുണ്ട് എല്ലാ മേഖലയിലും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാഠപുസ്തകത്തെയും സിലബസിനെയും ബിരുദത്തെയും അതിലെ പരീക്ഷയെയും മാത്രം ഉപജീവിച്ച് ഇന്ന് ഇപ്പോൾ ഉദ്യോഗം ഭരിക്കാനുള്ള കുട്ടിയല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഗവേഷണം നടത്താനുള്ള കുട്ടിയല്ല, വെറുതെ വീട് ഭരിക്കാൻ ഗൃഹനായകനോ ഗൃഹനായികയോ ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഒരു കുട്ടിക്ക് പോലും അറിയേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ് മുറികളെ മാത്രം അവലംബമാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സമഗ്രമായ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ ജനങ്ങളുമായി വിപുലമായ മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകളുമായി ബന്ധപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണത്. എങ്ങനെ ഇത് ബന്ധപ്പെടുത്താൻ കഴിയും? എല്ലാ മേഖലകളിലും മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ അറിവുകളെ നമ്മുടെ പുതിയ യുവതലമുറയെ ബന്ധിപ്പിക്കാൻ എങ്ങനെ കഴിയും? അതിന് എന്തൊക്കെ തരത്തിലുള്ള പാഠ്യ പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും വായനശാലകളും പുസ്തകങ്ങളും ഇന്റർനെറ്റും ഇ-ബുക്കും പിന്നെ ഓഡിയോ ബുക്കും അതുപോലെ തന്നെയുള്ള നിരവധി മാർഗങ്ങൾ AI-യും ഒക്കെ തന്നെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അതിസങ്കീർണമായ പരിസ്ഥിതിയിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീ ശിവദാസൻ അദ്ദേഹത്തിൻ്റെ MP എന്നുള്ള ആ ദൗത്യം നിർവഹിക്കുന്നതിനോടൊപ്പം നടത്തുന്ന ഈ ഒരു സാംസ്കാരിക ദൗത്യം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള, കാരണം എല്ലാ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാമാന്യ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, പണിയെടുക്കുന്ന മനുഷ്യൻ നിലനിൽക്കാനുള്ളൊരു പോരാട്ടം സ്വന്തം രാജ്യത്തിൻ്റെ സംസ്കാരവും വീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ പരമാധികാരവും അതിൻ്റെ ഭരണഘടനയും ഒക്കെ തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുള്ള ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം വിപുലമായ അറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ വേണ്ടിയുള്ളൊരു വേദിയാണ് ഇത്. വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു
ദിവസത്തെ പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.